ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ 5:45 എണീറ്റു. അപ്പോൾ നീന്താൻ പോകാറുണ്ട് എല്ലാ ദിവസവും. എന്നാലും നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ നീന്താൻ പോകാൻ വേണ്ടി കാലത്ത് തന്നെ ഒരു 5:45 6 മണിക്ക് എനിക്ക് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ട്, മഴ പൊടിയനുമുണ്ട്. എന്നാലും പോയേ പറ്റുന്നുള്ള മൈൻഡിൽ ഞാൻ നമ്മുടെ ചങ്കിനെ വിളിച്ചു. അപ്പോൾ അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. മഴ പൊടിയുമ്പോൾ ചെറിയൊരു ഇങ്ങനെ നിൽക്കണം, പോകണ്ടയോ. അവസാനം നമ്മുടെ ചങ്കിൻ്റെ കൂടെ നേരെ നമ്മുടെ കുളത്തിലേക്ക്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ വർക്കൗട്ട് ചെയ്യാനായിട്ട് രാവിലെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഒന്ന് പറയട്ടോ, ഒരു കമൻറ്റ് ചെയ്യട്ടോ. കാര്യം നമുക്ക് ആദ്യം പോകാനൊക്കെ ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. പിന്നെ പതുക്കെ നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാവും. ഒരു ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് എനർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ആ ദിവസം മൊത്തം ആ എനർജി നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ അവിടെ എത്തിയേക്കാം കേട്ടോ. നമ്മുടെ കുളത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ വഴിയുടെ അവസ്ഥ ഈ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞെന്ന് പറയാറുണ്ടല്ലോ, അതുപോലെയൊക്കെയാണ്. നിങ്ങൾ വിചാരിക്കും ഈ കുളം എന്ന് പറയുന്നത് അത്ര നല്ല വൃത്തിയില്ലാത്ത കുളവും നല്ല കലക്കുള്ളതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെയല്ല, അതിലൊരു ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ചെളി കൂടെ ഒക്കെ നടന്ന് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുളത്തിലേക്ക്. ഇപ്പോൾ മനസ്സിലായില്ലേ കുളത്തിൻ്റെ റേഞ്ച്. ഇങ്ങനത്തെ കുളം നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് നമ്മുടെ നമ്മുടെ കുളമാണ്. അതിലൊക്കെ കുളി കഴിഞ്ഞു. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ കുറച്ച് പരിപാടികളുണ്ട്. അതിലത്തെ ഫസ്റ്റ് പരിപാടിയാണെങ്കിൽ ഇതാണ്. ഡാഫിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെള്ളത്തിൽ വെച്ചാന്ന് പറയും. നമ്മുടെ മീൻ ഉടക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കപ്പലിൻ്റെ പിണ്ണാക്കാണ് ഞാൻ കലക്കി ഒഴിക്കാറ്. പക്ഷെ അത് കഴിഞ്ഞ കാരണം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഈസ്റ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അത് ആഴ്ചയിൽ നമുക്ക് മീൻ ലൈവ് ഫുഡായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളൊരു ചെറിയൊരു ഇതിനകത്ത് വെച്ചേക്കാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കരിമീൻ കുഞ്ഞുങ്ങളുണ്ട് കുറച്ച്, നമുക്ക് അതിന് തീറ്റ കൊടുക്കണം. അപ്പോൾ അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ കൂടെ ഒരു 2 കാർപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കരിമീൻ കുഞ്ഞിൻ്റെ കൂടെ. നമ്മുടെ പൊയ്യേലുള്ള അടാക്കിയാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ റൂഫി മോളിങ്ങനെ പ്രസവിച്ചെടുക്കാണ്. 3 കുട്ടികളാണ്, 3 പപ്പീസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ടയേർഡാണ്. അതാണെങ്കിൽ നോക്കിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ചാടി കയറി വരുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഗപ്പി ടാങ്കാണ്. ഒരു ഇക്കോ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഒരു ബെറ്റ ഫിഷും പിന്നെ പ്ലാറ്റി പിന്നെ കുറച്ച് വെറൈറ്റീസാണ് ഇട്ടേക്കുന്നത്. എല്ലാം മിക്സ്ഡാക്കിയാണ് ഇട്ടേക്കണേ. നമ്മളിതിനകത്ത് ഒരു ചെറിയൊരു എക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, പുല്ലൊക്കെ വെച്ചിട്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. അതിന് മുകളിലാണ് നമ്മൾ പോളാർ ഫിഷിനെ ഇട്ട് വെച്ചേക്കണേ കേട്ടോ. ഇതൊന്നല്ല, വേറൊരു സംഭവമാണ്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ അക്വേറിയം. നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ഹാളിൻ്റെ അടുത്താണ് നമ്മളിത് വെച്ചേക്കുന്നത്. അത്യാവശ്യം ഒരു 4 അടി നീളമുള്ള ഒരു അക്വേറിയം കേട്ടോ. അതിനകത്ത് ഒരു 340ഓളം ഫിഷ് ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമ്മളൊരു 1.5 മാസത്തോളം എടുത്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചേട്ടോ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. രാവിലെ വൈകിട്ടാണ് ഇതിന് തീറ്റ കൊടുക്കാറ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. ആദ്യം പ്ലാന്റ്സൊക്കെ പറിച്ചു പോയിട്ട് വീണ്ടും വെച്ചാട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് വേണം നമ്മുടെ മാറ്റുവേപ്പനോടെ കിടന്നുറങ്ങാണ്. ഞാൻ നീന്താൻ പോയപ്പോൾ അവനോട് വിളിച്ച് കിടത്തിയാണ്. പിള്ളേർ എനിക്കുമ്പോൾ കരച്ചിലാവുമല്ലോ. ചീച്ചോട് സ്കൂളിൽ പോകുന്ന കാര്യം ഓർത്തിട്ട് അറിയാൻ കേട്ടോ. അതിന് പിന്നെ അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. നമ്മളെ അങ്ങനെ കരച്ചിലായി. കരച്ചിലൊക്കെ മാറി. സ്റ്റാർട്ടിങ് മാത്രമുള്ള കരച്ചിൽ കേട്ടോ. പുള്ളിക്കാരത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും പരാതിയുണ്ട്, പോകണ്ടയോ അങ്ങനെയൊക്കെയുള്ള പരാതിയായിട്ടിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ കരച്ചിലൊന്നുമില്ല. ഇത് ചില ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ ചെറിയൊരു വിഷമം പോലെ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇത് സ്റ്റാർട്ടിങ്ങിൽ ബെഡിൽ നിന്ന് ഇങ്ങനെ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മാറും. ഇപ്പോൾ നല്ലത് ഇപ്പം ചിരിച്ച് കണ്ട. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ പോകാനുള്ള മൈലിൽ നിൽക്കുകയാണ്. ബസ്സിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് പെണ്ണും കൂടെ നിൽക്കാം കേട്ടോ. അതിൻ്റെ വിചാരം അവൾക്ക് സ്കൂളിൽ പോകണം, അങ്ങനെയൊക്കെയാണ് അത് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കണേ. ആജുവിന് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യമാണ്. നിൽക്കണം കണ്ടിരണം. എന്താണ് ചെയ്യുന്നത് അത് തന്നെ നോക്കിയിട്ടേ അത് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കണം. അതൊന്നും സ്കൂളിൽ പോകാറായിട്ടില്ല. അവൾക്ക് 2.25 ഒരു 3 വയസ്സെങ്കിലും ആവണമല്ലോ സ്കൂളിൽ ചേർക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ടാസ്ക് സ്റ്റാർട്ടായി. ഒരു 3-3.5 മണിക്കൂർ ഇതിലിരിക്കണം. ആഴ്ചയിൽ 3 ദിവസമാണ് വർക്ക് വരുന്നത്. 3 ദിവസം ആലുവയിൽ പോകണം, 3 ദിവസം വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ്.
അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തത്തമ്മേനെ എടുത്തിട്ട് നമ്മുടെ ആദ്യമോള് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവന് തത്തമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അവരായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡാണ് തത്തേനെ കണ്ടിട്ട്. കുറച്ച് നേരം കൊടുക്കാറുള്ളൂ, എന്താ പറയുക കുറച്ച് നേരം വളരെ വളരെ കുറച്ച് നേരം കൊടുക്കാറുള്ളൂ. കാലിൽ സോക്സ് ഇട്ട് നോക്കണ്ട, അത് മമ്മി തണുപ്പിന് ഇടുന്ന കണ്ടിട്ട് ഇട്ടേക്കുന്നതാണ്. മമ്മി നമ്മളെന്ത് ചെയ്യുന്നു അതൊക്കെ കറക്റ്റായിട്ട് നോക്കി ചെയ്യാനാണ് ഭയങ്കര ഇൻട്രസ്റ്റാണ് അവൾക്ക്. അപ്പോൾ നമ്മുടെ ചീച്ചി വന്നിട്ടുണ്ട്. ചീച്ചു വന്നിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായപടിയൊക്കെ കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകിട്ട് ഒരു 1.5-2 മണിക്കൂർ 1 മണിക്കൂറോളം ഇവരെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യം മൊബൈൽ നോട്ടൊക്കെ കുറയും. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്കും ഒരു സന്തോഷമല്ലേ നമ്മൾ കൂടെ ഇരുന്ന് കളിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ക്ലേയിൽ ഇങ്ങനെ കളിക്കാനും. ഈ മൂത്തവൾ ചീച്ചു എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ആദ്യം ചെയ്യാറ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ വീണ്ടും തത്തയോട് ഗുഡ് നൈറ്റ് പറയാൻ വന്നേക്കാം കേട്ടോ. തത്തയോട് ടാറ്റ പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് ബെഡിലേക്ക്.